ഒരു ഫ്രാക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ നോർമൽ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും എന്നുള്ളൊരു സാധാരണമായൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത്, ഫ്രാക്ചർ ഏത് ടൈപ്പിലുള്ളതാണ്, ഏത് ഭാഗത്തിനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് പേഷ്യൻ്റെ കണ്ടീഷൻ, ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. സോ ഐ സ്റ്റാർട്ട് വിത്ത് സ്റ്റേബിൾ ഫ്രാക്ചർ. സ്റ്റേബിൾ ഫ്രാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രാക്ചറിനെ കൃത്യമായി അലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രാക്ചറിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അലൈൻ ചെയ്യുന്നത് ഒന്നീ ഒരു പ്ലാസ്റ്റർ കൂടിയോ അല്ലെങ്കിൽ ഒരു ഇംപ്ലാന്റോ വെച്ചിട്ടാവാം. ആ ഇംപ്ലാന്റിലൂടെയും അല്ലെങ്കിൽ പ്ലാസ്റ്ററിൽ കൂടി അലൈൻ ചെയ്യുന്ന സ്റ്റേബിൾ ഫ്രാക്ചറിന് ഒരു 6 to 8 വീക്സ് വേണം നോർമലായി അതിനെ യോജിച്ച് ചേർന്ന് കുറച്ച് സ്ട്രെങ്ത്ത് വരാൻ. അങ്ങനെ യോജിച്ച് ചേരുന്ന ഒരു ഫ്രാക്ചറിന് പോലും ഒരു 3 months എടുക്കും 80% സ്ട്രെങ്ത്തിലേക്ക് എത്താൻ വേണ്ടി. ഈവൻ ദെൻ അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ കാണും. ഇനി ഒരു കോംപ്ലെക്സ് ഫ്രാക്ചർ അല്ലെങ്കിൽ മൾട്ടിപ്പിളായി ബോൺ ചതഞ്ഞു പോയ അല്ലെങ്കിൽ ഇറച്ചി ചതഞ്ഞു പോയ ഒരു ഫ്രാക്ചർ, ഒരു ഓപ്പൺ ഫ്രാക്ചർ, ഇങ്ങനത്തെ ഫ്രാക്ചേഴ്സിലൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ്ഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു 6 to 8 വീക്സ് അല്ലെങ്കിൽ ഒരു 2 months 3 months എന്ന് പറയുന്ന ഒരു കാലാവധി നമുക്ക് ഹാർഡ് ഫാസ്റ്റായിട്ട് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് സമയം നീണ്ടുപോകാം, ചിലപ്പോൾ അത് യോജിക്കാതിരിക്കുകയും ചെയ്യാം. അതിന് പരിഹാരങ്ങളുണ്ട്, പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോൾ ഹീൽ ചെയ്യുമെന്ന് പറയുന്നതിന് ആ ഫ്രാക്ചറിനെയും ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെയും പേഷ്യൻറ്റിൻ്റെ ന്യൂട്രീഷണൽ ഹെൽത്തിനെയും പേഷ്യൻറ്റിൻ്റെ കോമോബിറ്റീസിനെയും എല്ലാത്തിനെയും നോക്കിയിട്ടും ഏത് ഭാഗത്താണ് ഫ്രാക്ചർ ഉള്ളതും കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് സോൾവബിൾ ആൻഡ് ഇറ്റ് ഈസ് ട്രീറ്റബിൾ.